ജനത്തിന്റെ ജീവിതങ്ങളിൽ സംഭവിച്ചത് എന്താണ്? അവർ ദൈവത്തിലേക്ക് അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്നിട്ടും അവരെന്ത് ചെയ്തു? അവർ അടിമയിലേക്ക് പോയി കേറുക. ഇസ്രായേൽ ജനം എവിടെയായിരുന്നു അടിമ? ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു. എവിടെന്നാ? ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. എന്നിട്ട് പിന്നെ അവിടെ പോയി കയറി. പിന്നെ അടിമയിൽ പോയി കയറുക. രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിനെ അടിമയാക്കി കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാം, ഇത്രയും സത്യദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, ആ പാലിന്തേന് ഒഴുകുന്ന ദേശത്തിലേക്ക് പോകുന്ന, ദേശങ്ങൾ കൈവശമാക്കാൻ പോയ ഇസ്രായേൽ ജനം എന്ത് ചെയ്യുക? അടിമയിലേക്ക് പോകുന്നു. എന്താ അതിന്റെ കാരണം? അവർ ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും കൈയടിച്ച് സ്തുതിക്കാറുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ അല്ലേ? ദൈവം അനുകൂലം. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്യുന്നത്, ജനം ചെയ്യുന്നതെന്നോ ദൈവത്തിന് പ്രതികൂലമായി ജീവിക്കുക. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിന് നമ്മൾ വിരോധമായി ജീവിച്ച എങ്ങനെ ഉണ്ടാവും? അത് എങ്ങനെ? വചനപ്രവാചകൻ നമുക്ക് തെളിയിച്ചു തരാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ, രക്ഷിക്കാൻ കഴിയാതെ എന്റെ കൈ എന്ത് ചെയ്തിട്ടില്ല, കേൾക്കാൻ കഴിയാതെ എന്റെ ചെവി മന്ദമായിട്ടില്ല, നിങ്ങളെ നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ എന്നെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചോട്ടെ. അകൃത്യം ഉള്ളവളെ കടത്താൻ വരാൻ പറ്റത്തില്ല. അപ്പൊ കഴിഞ്ഞ നാളുകൾ എനിക്ക് വിടുതൽ വന്നാണല്ലോ. ഇപ്പൊ എന്താ വിടുതൽ വരാത്തത്? കഴിഞ്ഞ നാൾ നിന്റെ പാപത്തിലുള്ള ബോധം ഏറ്റു പറഞ്ഞ് ദൈവത്തിന് ഉപേക്ഷിച്ചു. പിന്നെ എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുമ്പോ അറിയുന്നില്ല, പാപം എന്താണെന്ന് പോലും അറിയുന്നില്ല, അതിൽ കൂടെ അങ്ങ് പോകുക അല്ലേ? ചില സ്മെല്ല് ഇല്ലേ? ഇപ്പൊ നമ്മള് കോഴിക്കടയിലൊക്കെ പോയ ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? കോഴിക്കടയിൽ പണി കിട്ടിയ സ്മെല്ല് ഉണ്ടാവുമോ? എന്താ കാരണം? മുങ്ങിപ്പോയി. കോഴിക്കടയിൽ പണിക്ക് പോകുമ്പോ ഭയങ്കര പോകുമ്പോ സ്മെല്ല മൂക്ക് പൊത്തിട്ട് പോവുക. പക്ഷെ അവിടെ പണിയെടുക്കാൻ തുടങ്ങിയ പിന്നെ ഉണ്ടോ? എന്തുകൊണ്ടാ? അത് ശ്വസിച്ച് ശീലിച്ചു പോയി. പിന്നെ ആ മണം അറിയത്തില്ല. പാവം ചെയ്യുമ്പോൾ ആദ്യമൊക്കെ പാവബോധം വരും. പിന്നെ ഇതിൽ പെട്ട് കഴിയുമ്പോ പിന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ശരിയാണ്. നമ്മുടെ പെന്തക്കോസ്ത് ഓള ഇന്ന് മുങ്ങിയിരിക്കുന്ന അവിടെയാ. പാവത്തിന്റെ പടുപൊഴിയിൽ മുങ്ങിക്കിടക്കുക. സ്തോത്രം, അറിയുന്നില്ല. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് അവരിലൂടെ എന്ത് ചെയ്യുന്ന? പാപത്തിന്റെ ഉത്ബോധം കൊടുക്കുവാനാണ്.